ഹാപ്പി മാരീഡ് ലൈഫ്, ഹാപ്പി മാരീഡ് ലൈഫ്, ഹാപ്പി മാരീഡ് ലൈഫ്. മതി മതി, സീനായി 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 സീനായി. തീർത്ത് തീർത്ത്. അപ്പോൾ നമ്മൾ അജ്മലിൻ്റെ റിസപ്ഷൻ പരിപാടിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമുക്ക് നേരെ റിസപ്ഷൻ പരിപാടിയിലോട്ട് പോവാം. എല്ലാവരും കുറഞ്ഞു കേട്ടോ. ആനന്ദ് പോയി, സജിൻ പോയി, എല്ലാവരും പോയി. ഇപ്പോൾ നമ്മൾ രണ്ടുപേരേ ഉള്ളൂ. നമുക്ക് പോവാം. അപ്പം ഇന്ന് റിസപ്ഷൻ പരിപാടി വീഡിയോ ചെറിയ രീതിയിലൊക്കെ എടുക്കത്തുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ സ്റ്റോറേജ് ഫുള്ളായി പോടെ. അപ്പോൾ ചെറിയ രീതിയിൽ എടുക്കുകയുള്ളൂ. അപ്പോൾ കാണാം. ഓക്കെ, ഇതാണ് നമ്മൾ അജ്മലിൻ്റെ വാപ്പുമ്മ കേട്ടോ. വാപ്പച്ചി ഇതായിരിപ്പുണ്ട്, വാപ്പുമ്മ ഇതായിരിപ്പുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട. എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ കല്യാണം? അടിപൊളിയായിട്ട് നമ്മളെ കല്യാണ ചെക്കനെ പറ്റി എന്താ ഈ ലോക അല്ല സോറി ഗൈസ്, തിരക്കിന്റെ അളിയൻ വന്നത് ഇതുപോലൊരു നല്ല പയ്യൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. താങ്ക് യു. നീ പാടോ? എല്ലാരും നിർബന്ധിക്കുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. നിജാസ് പാട്ടോ दिल के अंदर तू है ना, सामने फिर तू है ना, आँखों में फिर तू है फातिमा, फातिमा. अड़के नी आकाशं कोडिलोडिंचालुം താരമഴയാടിൽ തുള്ളിഞ്ചാല്. അഴകേ നീ ആകാശം കോടിലോടിഞ്ചാലും താരമഴയാടിൽ തുള്ളിഞ്ചാല്. എന്റെ കണ്ണിൽ നീയാണ്, എന്റെ ഹൃദയമണിക്കാണ്, എന്നെ വിട്ടു പോയാൽ ഫാത്തിമ, ഫാത്തിമ. लैला लैला तू मेरे सब है, दोनों मिलके पहले प्यार किया. എല്ലാം മറന്നോ, നടന്നോ, എന്നെ വെറുത്തോ, കാതോറങ്ങിയപ്പോൾ ചൊല്ലിയ കാര്യം കനേ കനേ കനവനായിരുന്നു. तेरी आँखों से देखो मैंने प्यार
കണ്ട പാട്ട് പാടിയതിൻ്റെയും ഡാൻസ് കളിച്ചതിൻ്റെയും ക്ഷീണം തീർക്കാനായിട്ട് എല്ലാവരും എല്ലാവർക്കും പ്ലേറ്റ് കൊടുക്കും. നമ്മൾ ഇന്നത്തെ ഫുഡ് ചെയ്തിരിക്കുന്നത് ഹയാത്ത് കാറ്ററിംഗ് ആണ്, നമ്മുടെ സ്വന്തം. പിന്നെ അടുത്ത ഇവിടെ എക്കോറും നമ്മുടെ സ്വന്തം ട്രാവൻകൂർ ഇവൻസ് ആണ്. അത് തന്നെ ചേട്ടന്മാരേണ്ട ട്രാവൻകൂറിൻ്റെ സ്റ്റേജ് പട്ടക്കായിരുന്നു കേട്ടോ, അതൊരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. എല്ലായിടത്തും ഉണ്ടല്ലോ നീ, എല്ലായിടത്തും കഴിച്ചാൽ പോലെ. റിസപ്ഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ശവനെ നേരെ വീട്ടിൽ കൊണ്ടാക്കി. ഞാൻ നേരെ അജ്മലിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷേ അജ്മലും പെണ്ണും സോഫിയയുടെ വീട്ടിലാണ്. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടെ സർപ്രൈസായിട്ട് അജ്മലിൻ്റെ വീട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. പോയിട്ട് ചെറിയ പണി കൊടുക്കണം, അങ്ങനത്തെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ ചെറിയ പണികൾ കൊടുത്തിട്ട് തരാം. ഓക്കേ, വേണ്ട ഇവിടെ എല്ലാണോ വട്ടം കൂടി ഇരുന്ന് എങ്ങനെ പണി കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ഒന്ന് രണ്ടുപേരെ വിളിച്ച് സെറ്റ് ചെയ്യാം. വേണ്ട ആരെ സെറ്റ് ചെയ്യണ്ട, പൊട്ടുമ്പോ ഇറങ്ങിയിട്ട് അവിടെ 30 ഷോട്ടിന്റെ പൊട്ടുമ്പോ അവര് വന്നോളൂ. അല്ല മാലപ്പടക്കണോ ആദ്യം പൊട്ടി? മാലപ്പടക്കം തുടക്കം. അല്ല അവിടെ എൻട്രി മാലപ്പടക്കത്തിലായിരിക്കും. അവിടെ നിന്ന് ഒരാൾ രാത്രി ആ സദസ്സുണ്ടല്ലോ, അവിടെ നമ്മൾ ഇറങ്ങി അവിടെ പൊട്ടിട്ടുണ്ട്. അവസാനം ലാസ്റ്റ് 120 ഷോട്ടിൻ്റെ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് 30 ഷോട്ട്, 150 പടക്കം വരുന്ന ഒരു മാലപ്പടക്കം. അപ്പൊ ഇന്നവിടെ കത്തിക്കോ? 5 അമിട്ടാ? അടിപൊളി. വേറെ എവിടെ ഉണ്ടടേ സ്വന്തം അളിയന് പണിയെടുക്കാൻ വേണ്ടി ഇത്ര ആത്മാർത്ഥതയോടെ പോണ അളിയൻ വേറെ എവിടെ കിട്ടും? അങ്ങനെ നമ്മളതാ അജ്മല് മോന് പണിയെടുക്കാൻ വേണ്ടി വണ്ടിയും വിളിച്ച് നമ്മളത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല കൂട്ടുകാർ എന്നുള്ള നിലയ്ക്ക് പണിയൊന്നും ഒരിക്കലും പറയാൻ പറ്റൂല. ഒരു സമ്മാനം, ഗിഫ്റ്റ് അല്ലേ? തമാശയാണ് മെയിൻ, വേറൊന്നുമില്ല. അങ്ങനെ നമ്മളത് അവിടെ എത്തിയിട്ടുണ്ട്. സംഭവം അൺബോക്സിങ് ചെയ്യണേ. എന്തരടാ ഇത്? ഇതെന്താ എന്റെ പൊന്നെ, മുറ്റ് ഗുണ്ട് ആമിട്ട്. ഇതൊരു 4 അതല്ല ഞാൻ വിളിച്ചു നിയാസിന്റെ എത്ര വേണം? 500 വെടിയിലാക്കുക. പണം പോട്ടെ, പ്രധാനമന്ത്രി അജ്മലേ എന്റെ കല്യാണം കഴിഞ്ഞല്ലേ, ഇനി നിങ്ങളെ സൂക്ഷിച്ചാ മതി. എന്തെല്ലാം കഷ്ടപ്പാടാണല്ലേടേ. കണ്ട സ്വന്തം അനിയന് പണിയെടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന താത്തമാരെ കണ്ട. വെയിറ്റിംഗിലാണ് കേട്ടോ. ഇനി വണ്ടി എടുത്തോ, വീടാ പോവാ, വീട്ടിൽ പോവാ. കണ്ട തോലിഞ്ഞ് സീനായ തന്നെ. ഇതിനും പേര് മാലപ്പടക്കാരും. ഹാപ്പി മാരീഡ് ലൈഫ്. മതി സീനായി. നിർത്ത്. സോഫിയുടെ വാപ്പ സീനായി.
സോഫി ഹാപ്പി മാരീഡ് ലൈഫ്. ഇതാരെ പ്ലാനടാ? എന്തോ എടാ ഇത് ആരടാ ഇത്? എല്ലാം ഇത് ശാന്തമാക്കുക. വേറെ സീനൊന്നുമില്ല. നീ എന്താ വിയർത്തു പോയത്? വെള്ളം കൂടി എന്തോ അറിയാൻ വയ്യ. വേറെ ആരൊക്കെ വന്ന് പടക്കം പൊട്ടിച്ചിട്ട് ഒന്നും അറിയാത്തണ കയറി അകത്തിരിക്കുകയാണ്. ഹാപ്പി അല്ലേ? അടുത്ത കലാപരിപാടി തുടങ്ങാൻ വേണ്ടി എല്ലാവരും വെയിറ്റിങ്ങിലാണ് കേട്ടോ. ആരാ വിളിച്ചിരിക്കുന്നേ? ഇൻട്രോവേർട്സാണ്. ഉറിയടി മത്സരമാണ് കേട്ടോ. ഇവിടെ എല്ലാവരും മണവാളം മണവാട്ടിക്ക് കെട്ടിക്കൊടുക്കുകയാണേ. ഉടായ്പ കെട്ടൊന്നും എടുക്കരുത്. ഇപ്പോഴാണ് കണ്ടത് കേട്ടാ. കാണാൻ പറ്റൂലേ? കാണിച്ച് കെട്ടാനാണ് ചോദിച്ചാ. അടിച്ചോ. ഒരു തരത്തില് കള്ളം പറയാത്ത രോപ്പിലാന്ന് പറയുന്നത്. അടിച്ചോ. ഇനി ഒരു 5 സ്റ്റെപ്പ് കൂടി വീട്ടിൽ പോവാ. ഇനി മണവാളനെ നമ്മൾ ഒരുക്കിയതാ ഗോതയിലേക്ക് ഇറക്കിയാണ് കേട്ടാ. ഇവന് സുഖമായിട്ട് അടിക്കാൻ പറ്റുള്ളൂ. അവ അളവെടുത്ത് കേട്ടാ. ഒറ്റ നോട്ടം കലത്തില്. നല്ല ടൈറ്റ് ചെയ്ത് കേട്ടണേ. ശ്വാസം കിട്ടില്ല. നോട്ട് മാറി. ഒന്നും കാണാൻ എവിടെ പോണ്? എവിടെ മാമയ്ക്കാണോ അവിടെ? അടിക്കാൻ പറ്റൂല. കൊള്ളാം. വീട്ടിൽ പോയി പറയാമേ. നിങ്ങളുടെ മനപ്പൊരുത്താണ് ഞങ്ങൾ നോക്കാൻ പോകുന്നത്. ശതമാനം ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാമ ചോദിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാമ. അവരെ അടുത്തടുത്തിരിക്കണ്ടേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുഷ്പം അല്ലെങ്കിൽ പൂവ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൂവ് ഏതാണ്? ഞാൻ പറഞ്ഞു. എന്താ സംഭവം? ഇപ്പൊ പറയൂലല്ലോ. അല്ല പറയില്ല. അടുത്ത വർഷം കഴിയില്ലേ? സോഫിയക്ക് ഇഷ്ടപ്പെട്ട സോഫിയയുടെ ഫേവറേറ്റ് പാട്ട് ഏതായാലും നല്ല ക്വസ്റ്റ്യൻ. അജുവിന്റെ ഫേവറേറ്റ് ഫ്ലവർ ഏതാണ്? റോസ് രണ്ടൊരു റോസ് രണ്ട് കറക്റ്റാണ്. സോഫിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല, വീഡിയോ കോളിലുണ്ട്. ഫൗസി കറക്റ്റ് ടൈമിലാണ് വീഡിയോ കോൾ. ഫൗസി വീഡിയോ കോളിലുണ്ട് കേട്ടാ. അപ്പൊ അടുത്തത്
66% മനപ്പൊരുത്തമാണ്. 15 ചോദ്യം 66%. 10 ചോദ്യങ്ങൾക്ക് അവർ കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു, 5 എണ്ണം തെറ്റിപ്പോയി. സമയം ഉറങ്ങാൻ പോലും പറ്റിയില്ല. സമയം 3:30 മണി. അജ്മലിന്റെ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നു. ആരോട് ഇങ്ങനെ കാണിക്കരുത്. ഒരു കൂട്ടം നല്ല ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് പറഞ്ഞോ, എങ്ങനെയുണ്ടായിരുന്നു നിനക്ക് കിട്ടിയ ടാസ്കുകളും ഗെയിമുകളും എല്ലാം എങ്ങനെയുണ്ടായിരുന്നു? അത് പറഞ്ഞു. എല്ലാം അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. ഇനി ഇക്കാന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് എന്താണ് പറയാനുള്ള? പടക്കം ഒഴിച്ച് ബാക്കിയല്ല സെറ്റ്. അതൊന്ന് പാളിപ്പോയി. പാളിപ്പോയല്ല, പൊട്ടാസ് മേടിക്കാൻ പറഞ്ഞ ഗർഭം കലക്കി മേടിച്ചോണ്ട് ഇങ്ങനെയാണ്. അപ്പൊ ഓക്കെ സൗണ്ട് കൂടി പോയി. അപ്പൊ ഇനി നമ്മള് അജ്മലിന്റെ മണിയറ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് ചുമ്മാ മണിയറ കയറ്റില്ലെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, Okay, bye.